ബേപ്പൂരിലെ UDF സ്വതന്ത്രൻ PV അൻവറാണ് നമുക്കൊപ്പം ഉള്ളത്. പെരുന്നാൾ കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറായെന്ന് തോന്നുന്നല്ലേ? ദിവസമല്ലോ നോമ്പിന് ക്ഷീണമൊക്കെ മാറി, പെരുന്നാളിന് നല്ല ബിരിയാണിയൊക്കെ അടിച്ച് എല്ലാവരും സെറ്റായി ഇറങ്ങിയതാ. കുഴപ്പമില്ല, ഉഷാറാ. ബേപ്പൂര് മാറും, എന്താ സംശയം? കേരളം ആകെ മാറാൻ പോവാ. പിണറായിസത്തിന്റെ അവസാനമാണ്, അത് അവസാനിക്കുന്നു, കേരളം മാറുന്നു. UDF നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരും. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മൾ വോട്ട് ചോദിച്ച് നടക്കുമ്പോൾ ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന കാര്യം, അപ്പോൾ അത് പ്രാവർത്തികമാവും. ജനം പറയുന്ന കാര്യം പ്രാവർത്തികമാവും. ഞാൻ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. LDF UDF BJP പോരാട്ടമല്ല. അത് കൃത്യമാണ്. അത് ജനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ജനങ്ങൾ നമ്മളോട് അത് തന്നെ പറയുന്നു. ഇന്നും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴും എതിർ സ്ഥാനത്ത് റിയാസ് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉണ്ടാകുമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം കുറയുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തോറ്റില്ലേ? അല്ല, കൂടുമെന്നാണ്. അല്ല, അതെ, അദ്ദേഹം കൂടുന്നല്ലേ പറയുള്ളൂ. കുറയുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? ആളുകൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അദ്ദേഹം എങ്ങനെ പറയുന്നുണ്ട്? 82,000 വോട്ട് നിങ്ങൾ എഴുതി വെച്ചതുകൊണ്ട് അന്ന് ചോദിച്ചു. ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇല്ലാത്ത ധൈര്യം, കോൺഫിഡൻസ് ആളുകളിലേക്ക് കൊടുക്കാനുള്ള വലിയ സൈക്കോളജിക്കൽ ശ്രമം ബുദ്ധി നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാധ്യമമാണല്ലോ, നിങ്ങൾ സ്വകാര്യത്തിൽ ഈ കുഴലൊക്കെ ഒന്ന് മാറ്റി, ക്യാമറയൊക്കെ ഒന്ന് മാറ്റി വെച്ച് സ്വകാര്യത്തിൽ ഒരു ദിവസം ഇങ്ങനെ നടന്നു നോക്കിയാൽ ഞാനീ പറയുന്നത് ശരിയാണോന്ന് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഈ സ്വതന്ത്രന്മാരുടെ എണ്ണം കൂടുകയാണ് UDF. ഒരുപക്ഷെ ആദ്യ സ്വതന്ത്രനായി വന്നത് താങ്കളായിരിക്കും. ഇടതുപക്ഷത്തു നിന്ന് സ്വതന്ത്രനായി എത്തിയതാണോ, സ്വതന്ത്രനായി മാറിയതാണോ? എന്താണ് ഈ സ്വതന്ത്രന്മാരുടെ എണ്ണമല്ല, അഭിപ്രായം. നമ്മൾ സ്വതന്ത്രമായ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ആളുകളാണ് ഇപ്പോൾ ഈ പുറത്ത് CPM എന്ന് വരുന്നത്. അതിൽ 1.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പയ്യന്നൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TK ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ ഇവിടെ തളിപ്പറമ്പിൽ ഇപ്പുറത്ത് പയ്യന്നൂരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് തളിപ്പറമ്പിൽ TK രാമകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആലപ്പുഴയിൽ G സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേരളത്തിലൊട്ടാകെ എല്ലാവരും ബഹുമാനിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികനായ സച്ചിദാനന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് 1.5 വർഷം മുമ്പ് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ്, ഈ തരത്തിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് അതിന് ഒരു മറുപടി ഇല്ലാതായപ്പോഴാണ് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. ആ വിഷയം ഇടതുപക്ഷത്തിലുള്ള എസ്റ്റിയോ ആളുകൾ, ഇപ്പോൾ പാലക്കാട് ശശി അടക്കം, VSന്റെ മകനെ പോലെ VS സ്നേഹിച്ച് ഒപ്പം നിന്ന് വിശ്വസിച്ച് നടന്ന സുരേഷ് അടക്കം, എത്ര സഖാക്കൾ, അത് പുറത്ത് വന്ന സഖാക്കളാണ്. ഇനി പുറത്തേക്ക് വരാത്ത ലക്ഷക്കണക്കിന് സഖാക്കളുണ്ട് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നത്. അവരാണ് പിണറായി അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയങ്ങളെയും തൊഴിലാളിയുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ അവകാശങ്ങളെയും പരിപൂർണമായും ത്യജിച്ച് ഒരു ഫാസിസ്റ്റ് ടേൺ എടുത്തിരിക്കുകയാണ് ഈ പറയുന്ന പിണറായി. ആ ടേൺ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അതിനെതിരെയുള്ള പോളിംഗ് ഉണ്ടാവും. താങ്കളാണ് ആദ്യം ഇത് തോന്നിയതല്ലേ? ശരിക്കും വിസ്മയം, ഈ VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയങ്ങളാണ്. ആദ്യ വിസ്മയം താങ്കളായിരുന്നു. അതൊരു വല്ലാത്ത വിസ്മയമായിരുന്നു. അത് കുറച്ചാൾ ഉള്ളിൽ നിന്ന് പൊരുതുന്നു, പിന്നീട് പുറത്തിറങ്ങി പൊരുതുന്നു, സ്വതന്ത്രനായി പൊരുതുന്നു, ഒടുവിലാണ് UDFിലേക്ക് കയറിയുള്ള. തീർച്ചയായിട്ടും നമുക്കിത് അവസാനിക്കണ്ടേ? നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ആന്റി പിണറായിസമാണ്. അത് ആ പിണറായിസത്തിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് കുടുംബാധിപത്യം. അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ജനങ്ങൾക്ക്, നമ്മൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ നേരെ പിന്നിലാണ് ഇവിടുത്തെ താലൂക്ക് ആശുപത്രി. ഒരു താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു നിയോജക മണ്ഡലത്തിന്റെ ഹെൽത്ത് ഹെഡ്ക്വാർട്ടേഴ്സാണ്. കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള ഗൈനക്കോളജി സൗകര്യമുണ്ട്. 40 വർഷത്തോളം CPMന്റെ MLAമാരും മന്ത്രിമാരും, 5 വർഷം സൂപ്പർ മുഖ്യമന്ത്രി. അതാണല്ലോ എല്ലാവർക്കും അറിയുന്നത്. ആ സൂപ്പർ മുഖ്യമന്ത്രി ഇവിടെ 5 വർഷം ഉണ്ടായിട്ട് ഈ നാട് മുഴുവൻ ലൈറ്റിട്ട് ഈ പെയിന്റ് അടിച്ച് പോയിട്ടും ഇവിടെ 2 ലക്ഷത്തോളം അമ്മമാരും സഹോദരിമാരുമുള്ള ഈ മണ്ഡലത്തിൽ ഒരു പ്രസവ സൗകര്യത്തിനുള്ള സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല ഈ ബഹുമാനപ്പെട്ട മന്ത്രി. ഇനി നിങ്ങൾ ഇവിടുന്ന് 1 കിലോമീറ്റർ പോയ ESI ഹോസ്പിറ്റലാണ്. നിങ്ങളുടെ പോയി നോക്കണം, നാളെ പകൽ പോയി നോക്കിയാൽ കാണാം. കഴിഞ്ഞ 2 വർഷമായി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത MRI സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, പിന്നെ എക്സ്റേ മെഷീന്, ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം കൂടെ ഒരു റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഈ ആശുപത്രി നടത്തുന്നത്, തൊഴിൽ വകുപ്പിൻ്റെ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തൊട്ട് ചാരിയിരിക്കുന്ന മന്ത്രിയാണ് ഈ പറയുന്ന ശിവൻകുട്ടി, തൊഴിൽ വകുപ്പ് മന്ത്രി കൂടി അദ്ദേഹം. ആ മന്ത്രിയോട് ആ കസേരയിരുന്ന് ചെരിഞ്ഞ് പറഞ്ഞാൽ മതി, നമ്മൾ ആ ESI ഹോസ്പിറ്റലിലേക്ക് 4 സ്റ്റാഫിനെ തരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയില്ല. 2 ഹെൽത്ത് സെൻ്ററുകൾ ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്, ഒന്ന് മാറാടും ഒന്ന് കടലുണ്ടിയിലും. അങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പോൾ ഇതല്ലേ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയം. നിങ്ങൾ ഈ കടലുണ്ടി, ഇപ്പം ഞാൻ ഈ പറയുന്ന കടലുണ്ടി പോയാൽ തന്നെ
കേരളത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളും ഗവൺമെന്റ് യു പി സ്കൂളും ഇല്ലാത്ത പഞ്ചായത്താണ് കടലുണ്ടി. യു പി സ്കൂൾ പോലുമില്ല സർക്കാരിന്, ഹൈസ്കൂളില്ല, ഹയർ സെക്കൻഡറി ഇല്ല. ലക്ഷക്കണക്കിന് പെൺകുട്ടികളില്ല ഈ മണ്ഡലത്തിൽ. ഒരു സർക്കാർ കോളേജില്ല ഈ കാലം വരെയായിട്ട്. ആരാണ് ഉത്തരവാദി? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ പറ്റുമോ? അപ്പോൾ കുറേ പെയിന്റ് ഇട്ട് ലൈറ്റ് അടിച്ച് രാത്രി കുറേ ഷൂട്ട് ചെയ്ത് പിറ്റേന്ന് രാവിലെ റീലിട്ട് ജനങ്ങളെ പറ്റിച്ച് നടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യാണ്. അത്ര പെട്ടെന്ന് ഈ കോട്ട പൊളിക്കാൻ പറ്റുമോ? കാരണം ഈ LDF നേതാക്കൾ തന്നെ പറയുന്നത് കോലീബി സഖ്യം വന്നിട്ട് പോലും പൊളിയാത്ത കോട്ടയാണ് അത്. ഏത് കാലത്ത് 50 കൊല്ലം മുമ്പുള്ള കേരളാണോ, 50 കൊല്ലം മുമ്പുള്ള ഫറൂഖാണോ, 50 കൊല്ലം മുമ്പുള്ള ബേപ്പൂരാണോ? അതൊക്കെ മാറി, ആ ജനറേഷൻസ് തന്നെ മാറി. ആ കഥയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ അങ്ങനെ പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളൊന്നുമില്ല. ഇതിനു മുമ്പ് പല കോട്ടയും പൊളിഞ്ഞിട്ടുണ്ടല്ലോ. ഈ കോട്ട സൃഷ്ടിക്കുന്ന ആരാ? ജനങ്ങളാണ്. ആ ജനങ്ങൾ കഴിഞ്ഞ 45 വർഷമായി പറ്റിക്കപ്പെട്ടു, ഞങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് കൃത്യമായ ബോധ്യം ഇപ്പോൾ ഈ പറയുന്ന ഫറൂഖിലെയും ബേപ്പൂരിലെ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇനി അവരെ പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോട്ടക്ക് വിള്ളൽ വീണത് കൊണ്ടാണല്ലോ നിങ്ങൾ പോകുന്നുണ്ടല്ലോ. PV അൻവറിന്റെ പോസ്റ്റർ നിങ്ങൾ അപൂർവമായിട്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരു പുതിയ സ്ഥാനാർത്ഥി വരുമ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പോസ്റ്ററുകളും ബാനറുകളൊക്കെ വെക്കാറുണ്ട്. അതിലപ്പുറമല്ലേ 5 കൊല്ലം ഇവിടെ നടന്ന ഒരു വ്യക്തി ഇത്രയും വലിയ ഫോട്ടോ വെച്ചിട്ട് നടക്കുന്നതെന്ന്? എന്തിനാണ് ഇൻട്രൊഡക്ഷൻ? ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, കാണുന്ന ആളോട് ലോക്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആ ബിസിനസ്സുകാരുടെ കൂടെയൊക്കെ അദ്ദേഹത്തിന് സംഘാതിത്തണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എന്നോട് പല സഖാക്കളും ഈ പോകുന്ന വഴി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് വരെ ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയിലേക്ക് അൻവർക്ക ഈ മന്ത്രി വന്നിട്ടില്ല എന്ന് എന്നോട് പരാതി പറയുന്നത് ഇവിടുത്തെ സഖാക്കളാണ്. എനിക്കറിയാലോ ഇവിടുത്തെ സഖാക്കളെ, ഞാനുണ്ടായിരുന്നതൊക്കെ 8-9 വർഷം അവരെ കൂടെ. ഇവിടെയൊക്കെ പല പരിപാടിക്ക് നമ്മൾ വന്നിട്ടില്ലാണ്. അപ്പോൾ ആകാശത്ത് കൂടെ ഫ്ലൈ ചെയ്യുന്ന മന്ത്രി ഇപ്പോഴാണ് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തത്. അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ മരുമോനിസം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം SFI കാലഘട്ടം മുതൽ പ്രവർത്തിച്ച ആളാണ്. വ്യക്തിപരമായി എന്തിനു പറയുന്നു, DYFI നേതാവായിരുന്നു, അങ്ങനെ പടിപടിയായി കയറി വന്ന ആളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തളിപ്പറമ്പിൽ വിമർശനം വരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നു അവിടെ നിയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ശ്യാമളയാണ്, അവർ ഒരു ഭാര്യയാണ് എന്ന് കരുതി അവരെ ഒഴിവാക്കേണ്ടതുണ്ടോ, ഇവിടെ മരുമകനാണ് എന്ന് കരുതി അയാളെ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ്. അല്ല, അത് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകാനാണ് ബാധ്യസ്ഥനാണ് ഞാൻ. അദ്ദേഹം SFIയിലൂടെയും DYFIയിലൂടെയും പാർട്ടിയിലൂടെയും ഒക്കെ കയറി വന്ന ആളാണ്. അതിലൊന്നും എനിക്കൊരു എതിരഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം മരുമകൻ എന്ന നിലക്ക് അദ്ദേഹം എടുക്കുന്ന അമിതാധികാരമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന താലൂക്ക് ആശുപത്രിയിൽ, ഈ പറയുന്ന ESI ഹോസ്പിറ്റൽ, ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, പൂട്ടിപ്പോയിട്ടുള്ള 2 സബ് സെൻ്ററുകൾ, ഇത് പൂട്ടിക്കിടക്കുമ്പോൾ ഈ പുഴയുടെ നേരെ അക്കരെ നിൽക്കുന്നത് PWD റെസ്റ്റ് ഹൗസാണ്. 4.5 കോടി ഉറുപ്പികയാണ് കിടന്നിറങ്ങാൻ രാജകൊട്ടാരമാക്കി അത് മാറ്റിയത്. ഇതാണ് മരുമോനിസം. വേറെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അതിന് പെർമിഷൻ കിട്ടുമോ? കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിക്ക് ഈ പറയുന്ന ഒരു ഒറ്റ ഗസ്റ്റ് ഹൗസ് പുതുക്കി പണിയാനാണ്, കെട്ടിടം പണിയാനല്ല. അങ്ങനെ ഓരോ ഘട്ടത്തിൽ നോക്കിയാലും ഇവിടെ ടൂറിസത്തിന് 25 കോടി രൂപയാണ് ഇവിടെ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ടി ചെലവാക്കിയത്. 25 കോടി രൂപ. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടുള്ള ഇന്ന് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ അങ്ങനെ ഒന്നും ഒരിക്കലും കാണാൻ കഴിയില്ല. സാധാരണ ഇത്തരം ഫെസ്റ്റുകൾ നടത്തുക സ്പോൺസർഷിപ്പിലാണ്. ഇത് നേരെ തിരിച്ച് 25 കോടിക്ക് ചെക്ക് എഴുതി കൊടുക്കുകയാണ് ഗവൺമെന്റ്. ഇതാണ് അമിത അധികാരം എന്ന് പറയുന്നത്. ഇവിടെയുള്ള അൺഫിറ്റാണ് എന്ന് പറഞ്ഞ പാലങ്ങൾ, അൺഫിറ്റായിട്ടുള്ള ഒരു പാലം ഒഴിവാക്കുക. ഈ പാലത്തിന്റെ മുഴുവനും പെയിന്റ് അടിച്ച് അവിടെ ലൈറ്റ് ഇട്ട് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിന് സെക്യൂരിറ്റി ഉള്ളത്? ഇപ്പം ഇവിടെ 3 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കടലുണ്ടി ഭാഗത്ത് കല്ലമ്പാറ, നിങ്ങളിപ്പോൾ നാളെ പകലൊന്ന് പോയി നോക്ക്, 4 കട്ടിട്ട് 25 ലക്ഷം രൂപയും കൂടി ചിലവായിട്ടില്ല. 1 കോടി ഉറുപ്പിയാണ് അദ്ദേഹം എഴുതി കൊടുക്കുന്നത്, പാസ്സാകും. അതാണ് അമിതാധികാരം. അതാരാണ്? എന്താ? പിണറായിന്റെ മരുമകനാണ്. ചോദിക്കാൻ ആർക്കും അധികാരമില്ല. അമിതാധികാരം അതിനെ തന്നെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം പാർട്ടിക്കാരനല്ല, പാർട്ടിയുടെ അല്ല വന്ന് എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ലീഡേഴ്സ്, എളമരം കരീം എവിടെ? ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ മോഹൻ മാഷ് എവിടെ? ഈ കാലിക്കറ്റ് നഗരവുമായി ബന്ധപ്പെട്ട പ്രദീപ് കുമാർ MLA പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇന്ന് ഇവിടെ കോഴിക്കോട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഒരു മെഹബൂബും ഒരു മാറൂഫും, എന്താ നമ്മളെ കോർപ്പറേഷൻ മത്സ്യ പേര്, മുസാഫർ,
ഈ തുടങ്ങിയിട്ടില്ല 40 വയസ്സിന് താഴെയുള്ള കുറെ പിള്ളേർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുനടക്കുകയാണ്. പ്രായം ചെന്ന കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വെട്ടി നിരത്തി. അതിനെങ്ങനെ പുള്ളിക്ക് അധികാരം കിട്ടിയത്? എങ്ങനെ പുള്ളിക്ക് അത് സാധ്യമായത്? അതാണ് മരുമോനിസം. ദിസ് ഈസ് വാട്ട് ഈസ് മരുമോനിസം. അവരെന്താ പറയുന്നത്? ഞാൻ SFI ആയിരുന്നില്ലേ, ഞാൻ DYFI ആയിരുന്നില്ലേ, ഞാൻ CPM ആയിരുന്ന. എന്താ തർക്കം? എന്നിട്ട് എന്തേ മറ്റു മന്ത്രിമാർക്കൊന്നും ഇത് സാധ്യമാകാത്തത്? എന്തേ ഒരു മന്ത്രിക്ക് മാത്രം ഇത് സാധ്യമാകുന്നത്? അത് തന്നെയാണ് ഇവിടെ സഖാക്കളും ചർച്ച ചെയ്യുന്നത്. എത്ര വോട്ടുകൾക്ക് ജയിക്കും? അല്ല, അത് ജനം തീരുമാനിക്കും. ജയിച്ച് നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അത് ജനം തീരുമാനിക്കട്ടെ. അത് ജനത്തിന് വിട്ടുകൊടുക്കുക. എന്തായാലും ബേപ്പൂരിലെ കോട്ട പൊളിക്കും. വലിയ വിജയം തന്നെ നേരിടും. മരുമോനിസത്തിനെതിരെയും പിണറായിത്തിനെതിരെയുമുള്ള പോരാട്ടം ശക്തമായി തന്നെ തുടരും എന്നാണ് PV അൻവർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.